ഹായ് എവരിവൺ, എല്ലാവർക്കും ഐ+ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ട് സൈക്കോളജിയുടെ റിവിഷൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1ഉം 2ഉം നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവിഷൻ 3 പാർട്ടാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ? പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയാലോ. പ്രതിഭാധനരായ കുട്ടികൾക്ക്, പഠന പിന്നോക്കക്കാർക്ക്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ? പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കായിരിക്കും? അതൊക്കെ ചെയ്യാൻ കഴിവുള്ളവർക്കല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇച്ചിരി കൂടെ ഉയർന്ന ബുദ്ധി വികാസമുള്ള കുട്ടികൾക്കായിരിക്കണം അത് കൊടുക്കേണ്ടതല്ലേ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് കുട്ടികൾക്കായിരിക്കാം കൊടുക്കേണ്ടത്? പിന്നോക്കമുള്ള കുട്ടികൾക്കാണോ? അല്ല അല്ലേ. നമുക്ക് ആൻസർ നോക്കിയാലോ. ഏതാണ്? പ്രതിഭാധനരായ കുട്ടികൾക്കാണ് അല്ലേ. അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് അല്ലേ. പ്രതിഭാധനരായ കുട്ടികൾക്കാണ് എന്തിനുള്ള കഴിവുള്ളത്? പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്രമായിട്ട് പ്രോജക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത്, അതുപോലെ ലഘു ഗവേഷണങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളത് ആർക്കാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ്? അവർക്ക് ഐക്യു എന്ന് പറയുന്നത് ഒരു 130, 150 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ഐക്യു ഉള്ള കുട്ടികൾ, എല്ലാ മേഖലകളിലും വൈദഗ്ധ്യമുള്ള കുട്ടികളാണ് ആരെന്ന് പറയുന്നത്? പ്രതിഭാധനരായ കുട്ടികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠന ശൈലിയിലെ വ്യത്യാസങ്ങൾ, വൈകാരികമായ വ്യത്യാസങ്ങൾ. എന്താണ്? വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതേത്? എന്താണ് ഈ വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയിൽ പലതരത്തിലും വ്യത്യാസം ഉണ്ടാകാം അല്ലേ. അവരുടെ വ്യക്തിത്വ സ്വഭാവങ്ങളിലായിരിക്കാം, ബുദ്ധിപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലായിരിക്കാം. പല പല വ്യത്യാസങ്ങളുണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് വ്യക്തി വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ. എന്താണ്? സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം. അതൊരു വ്യക്തിയുടെ വ്യത്യാസവുമായിട്ട് പറയാൻ പറ്റുന്നതാണോ? അല്ല. ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ ജീവിതപരമായിട്ടോ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകപരമായിട്ടുള്ള ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വ്യക്തിയുടെ വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നത്. അത് സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസത്തിൽ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞത്. ഏതാണ്? സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം എന്തിനകത്ത് ഉൾപ്പെടുന്നില്ല? വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോക്കിയേ. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. ഓക്കെ, വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിദ്യയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. എന്താണ്? മറ്റു കുട്ടികളുമായിട്ട് നല്ലതായിട്ട് ബന്ധമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്, പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവുണ്ട്, സഹകരണ മനോഭാവം, എല്ലാ കഴിവുകളും ഉള്ള ഒരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയാലോ. ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, ബുദ്ധിശക്തി, അതുപോലെ ആത്മീയ ബുദ്ധി. ആൻസറിലോട്ട് പോവാം. എന്താണ് ആൻസർ? വൈകാരിക ബുദ്ധിയാണ്. എന്താണ്? വൈകാരിക ബുദ്ധി. എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അല്ലേ. അപ്പോൾ വിദ്യയ്ക്ക് എന്തുണ്ട്? എല്ലാ മേഖലകളിലുമുള്ള കഴിവുണ്ട്. എന്താണ് വൈകാരിക ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കാനും, അതുപോലെ എന്താ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കണം, അവയോട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിക്കേ. ബഹുമുഖ ബുദ്ധി ആരുടേതാണ്? ബഹുമുഖ ബുദ്ധി എന്ന ടേം, അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാണ്? ഹൊവാർഡ് ഗാർഡ്നറുടേതാണ് അല്ലേ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാണ്? ഹൊവാർഡ് ഗാർഡ്നറുടേതാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആര് കണ്ടെത്തി? ഹൊവാർഡ് ഗാർഡ്നർ കണ്ടെത്തി. ഹൊവാർഡ് ഗാർഡ്നർ എന്ത് കണ്ടെത്തി? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കണ്ടെത്തി. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് 1990 ആരാണ്? പീറ്റർ സലോവെ. ആരാണ്? പീറ്റർ സലോവെ, അതുപോലെ ജോൺ മേയർ. ആരാണ്? ജോൺ
ജോൺ മേയറും കൂടി എന്ത് കണ്ടെത്തി? ഇമോഷണൽ ഇന്റലിജൻസ് കണ്ടെത്തി. അപ്പോൾ ഹൊവാർഡ് ഗാർണർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കണ്ടെത്തി. അതിനെ അടിസ്ഥാനമാക്കി 1990 ആര്? പീറ്റർ സലോവയും അതുപോലെ ജോൺ മേയറും ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന ആശയം കണ്ടെത്തി. പക്ഷെ അത് പ്രചാരത്തിലെത്തിയത് 1995 എന്താണ്? 1995 ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ബുക്ക് ആരെഴുതി? ഡാനിയൽ ഗോൾമാൻ എഴുതി. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഒരു പുസ്തകം എഴുതി. അതിലൂടെയാണ് എന്തെന്ന് പറയുന്നത്? വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ആശയത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹൊവാർഡ് ഗാർണർ, അതിനെ അടിസ്ഥാനമാക്കി 90 പീറ്റർ സലോവയും ജോൺ മേയറും കൂടി ചേർന്നാണ് എന്ത് കണ്ടെത്തിയത്? വൈകാരിക ബുദ്ധി എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. അങ്ങനെ 95 ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം ഡാനിയൽ ഗോൾമാൻ എഴുതുന്നു. അങ്ങനെയാണ് വൈകാരിക ബുദ്ധിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആശയം? ഏത് കഴിവാണ് ആ കുട്ടിക്കുള്ളത്? വൈകാരിക ബുദ്ധി എന്ന കഴിവാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ. അറിവിന്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, ജനാധിപത്യവാദിയായ സംഘത്തലവൻ. എന്താണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം? എന്താണ് പറയുന്നത്? സോഷ്യോ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവ്സ് അല്ലെ? അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോള് അല്ലാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് അല്ലാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അല്ലാത്തതേത്? അപ്പൊ അറിവിന്റെ ദാതാവാണോ, പഠന പങ്കാളിയാണോ, ഫെസിലിറ്റേറ്റർ ആണോ, ജനാധിപത്യവാദിയായ സംഘത്തലവനാണോ? എന്താണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്നത്? ആരാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടത്? ലീവ് വൈഗോട്സ്കി ആണ് അല്ലെ? അദ്ദേഹം എന്താണ് പറയുന്നത്? സ്റ്റുഡൻസ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനാവശ്യമായ ഒരു സഹായം കൊടുക്കുക. അതിനെന്താ പറഞ്ഞേ? സ്കഫോൾഡിങ് അല്ലേ? കൈത്താങ് കൊടുക്കുക എന്ന് പറഞ്ഞു. അത് കൊടുക്കുന്നത് ആരാണ്? സ്കഫോൾഡർ ആണ്. പിന്നെ MKO എന്നൊരു ടേം പഠിച്ചില്ലേ? എന്താണ്? മോർ നോളജബിൾ അതേഴ്സ്. കുട്ടികളെക്കാൾ അറിവോ കഴിവോ കൂടുതലുള്ളത്. അത് ടീച്ചേഴ്സ് ആവാം, പേരൻസ് ആവാം, പിയർ ഗ്രൂപ്പ്സ് ആവാം, ആരും ആവാം. ഓക്കെ, അതാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യോ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ ആ ഒരു അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ. എന്താണ്? അറിവിന്റെ ദാതാവാണ്. അറിവിന്റെ ദാതാവാണോ അതിനകത്ത് പറയുന്നത്? എന്ന് വെച്ചാൽ അറിവങ്ങ് പറഞ്ഞു കൊടുക്കുവാണോ ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്? അല്ല അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഒരു പഠന പങ്കാളിയായിട്ട് നിൽക്കുക, അതുപോലെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുക, അതുപോലെ ഒരു ജനാധിപത്യവാദിയായ ഒരു സംഘത്തലവനായിട്ട് ഒരു അധ്യാപകന് നിൽക്കാൻ കഴിയണം. അല്ലാതെ ഡയറക്റ്റ് അറിവ് പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അത് ശരിയായ രീതിയിൽ അത് കുട്ടിയിൽ എത്തണ്ടേ? കുട്ടിയെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നോളജ് കൺസ്ട്രക്ട് ചെയ്യിപ്പിക്കുക. അതാണ് എന്തിനകത്ത് പറഞ്ഞത്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തില് വൈഗോട്സ്കി പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ദ്വന്ദ്വങ്ങൾ, താരങ്ങൾ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. സോഷ്യോഗ്രാമിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. എന്താണ്? സോഷ്യോമെട്രിക് ടെക്നിക്സുമായിട്ട് സാമൂഹിക നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ എന്ന കുട്ടി എന്താണ്? ലീനയെയും കൂട്ടുകാരായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ. എന്താണ്? ക്ലിക്കുകൾ എന്നാണ്. എന്താണ് ക്ലിക്കുകൾ? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ്? ഇതിനെ പറ്റിയാണ് പറയുന്നത്? സോഷ്യോമെട്രിക് ടെക്നിക്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? എന്താണ് ഈ സോഷ്യോമെട്രിക് ടെക്നിക്സ് എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുക്കുവാണെങ്കിൽ, അല്ലെ കുട്ടികളെ തമ്മിൽ എടുക്കുവാണെങ്കിൽ, അവർ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോമെട്രിക് ടെക്നിക്സ്. അവർ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ട്, അതുപോലെ എത്രത്തോളം എതിർപ്പോ അല്ലെ വിമുഖത പുലർത്തുന്ന കുട്ടികളുണ്ടോ, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സോഷ്യോമെട്രിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോഗ്രാം. സോഷ്യോമെട്രി കണ്ടുപിടിച്ചത് ആരാണ്? അതിൻ്റെ ഫൗണ്ടർ ആരാണ്? JL മൊറീനോ ആണ് അല്ലേ? എന്താണ്? JL മൊറീനോ ആണ്. ഇനി സോഷ്യോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യോമെട്രിക് ടെക്നിക്സുകൾ ചിത്രരൂപത്തിൽ, ആ ഒരു ഗ്രൂപ്പിന്റെ റിലേഷൻഷിപ്പ് ചിത്രരൂപത്തിൽ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? ഈ ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ദ്വന്ദ്വങ്ങൾ, താരങ്ങൾ. നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ.
ഫസ്റ്റ് എന്താണ്? താരങ്ങൾ. എന്താണ് ഫസ്റ്റ് വരുന്നതാണ്? താരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? സ്റ്റാർസ്. സ്റ്റാർസ് എന്താണ്? താരങ്ങൾ. താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളോടാണെങ്കിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടം ആരോടാണ്, ആരുടെ കൂടെ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പോൾ ABCD എന്ന് പറഞ്ഞ കുറേ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും A സെലക്ട് ചെയ്യുകയാണെന്ന് വെക്കുക. എന്താണ്? എല്ലാവരും A എന്ന കുട്ടിയെ, അതായത് ബിയും സിയും എല്ലാം ആരെ സെലക്ട് ചെയ്യുന്നു? ഈ A ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ A അല്ലേ അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ A ആണ് ബിയും സിയും തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ എത്ര കുട്ടികളുണ്ടോ എല്ലാവരും ആരെ, ഇപ്പൊ D ഉണ്ടെന്ന് വെക്കുക, ഡിയും ആരെ തിരഞ്ഞെടുക്കുന്നു? ഈ A ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടുത്തെ സ്റ്റാർ, ആ ക്ലാസ്സിലെ സ്റ്റാർ ആരാണ്? A ആണ്, അല്ലേ? അപ്പൊ അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്, താരം എന്ന് പറയുന്നത് ആരാണ്? A ആണ്. അതാണ് സ്റ്റാർ എന്ന്. അതായത് ഒരാളെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ എന്താണ്? ട്വിൻസ്, ദ്വന്ദ്ങ്ങൾ. എന്താണ്? ട്വിൻസ് എന്ന് പറയും. അതായത് ഇപ്പൊ രണ്ട് പേരാണ് ഉള്ളതെങ്കിൽ എ എന്ന് പറയുന്ന കുട്ടിയും ബി എന്ന് പറയുന്ന കുട്ടിയെ എടുക്കുകയാണെങ്കിൽ A Bയെ തിരഞ്ഞെടുക്കുന്നു, B എന്ന് പറയുന്നത് A തിരഞ്ഞെടുക്കുന്നു. A Bയെ തിരഞ്ഞെടുക്കുന്നു, അതുപോലെ B ആരെ തിരഞ്ഞെടുക്കുന്നു? ഈ Aയെ തിരഞ്ഞെടുക്കുന്നു. അതാണ് അതിനകത്ത് പറയുന്നത്. അവർക്ക് വേറെ ആരുമായിട്ടും അല്ല. ഇപ്പൊ വർക്ക് ചെയ്യാൻ ആഗ്രഹം ആരോടാണെന്ന് ചോദിച്ചാൽ Aക്ക് Bയുടെ കൂടെയാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം. അതുപോലെ Bക്ക് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ അത് Aയുടെ കൂടെയാണ്. അതാണ് അതിനകത്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ? ക്ലിക്കുകൾ. ക്ലിക്കുകൾ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നോക്കിക്കേ. ലീന എന്ന കുട്ടി ആരാണ്? ലീന എന്ന കുട്ടി ആരെ തിരഞ്ഞെടുക്കുന്നു? അനുവിനെ തിരഞ്ഞെടുക്കുന്നു. ആരെയാണ്? അനുവിനെ തിരഞ്ഞെടുക്കുന്നു. ലീന എന്ന കുട്ടി ആരെ തിരഞ്ഞെടുക്കുന്നു? അനുവിനെ തിരഞ്ഞെടുക്കുന്നു. അനു എന്ന കുട്ടി ആരെ തിരഞ്ഞെടുക്കുന്നു? കരിഷ്മയെ തിരഞ്ഞെടുക്കുന്നു. ആരെയാണ്? കരിഷ്മയെ തിരഞ്ഞെടുക്കുന്നു. കരിഷ്മ ആരെ തിരഞ്ഞെടുക്കുന്നു? വീണ്ടും ഈ ലീനയെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു സാമൂഹിക ബന്ധം കുറച്ച് പേരല്ലേ ഉള്ളൂ, ഒരു 3 പേരടങ്ങുന്നതല്ലേ. ലീന അനുവിനെ തിരഞ്ഞെടുക്കുന്നു, അനു കരിഷ്മയെ തിരഞ്ഞെടുക്കുന്നു, കരിഷ്മ ആരെ തിരഞ്ഞെടുക്കുന്നു? ലീനയെ തിരഞ്ഞെടുക്കുന്നു. ഒരു ചെറിയ ഒരു സാമൂഹിക റിലേഷൻഷിപ്പാണ്. അവർ തമ്മിലുള്ള ഒരു സാമൂഹിക ബന്ധം അനലൈസ് ചെയ്യാനാണ് എന്തെന്ന് പറയുന്നത്? ക്ലിക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഗ്യാങ്ങുകൾ. ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചങ്ങല പോലെ ആയിരിക്കും. അതായത് പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. ആ ഒരു ചങ്ങല പോലെ രൂപപ്പെടുവാണെങ്കിൽ അതെന്താണ്? ഗ്യാങ്ങുകളാണ്. അപ്പൊ ക്ലിക്കുകൾ പറഞ്ഞു, ഗ്യാങ്ങുകൾ പറഞ്ഞു, ദ്വന്ദ്ങ്ങൾ ട്വിൻസ്, അതുപോലെ താരങ്ങൾ എന്താണ്? സ്റ്റാർസ്. താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെന്താ? ദ്വന്ദ്ങ്ങൾ ട്വിൻസ് എന്ന് പറയുന്നത് പരസ്പരം, 2 പേര് പരസ്പരമായിരിക്കും. പിന്നെന്താണ്? ക്ലിക്കുകൾ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഒരു എന്താ, ലീന അനുവിനെ തിരഞ്ഞെടുക്കുന്നു, അനു എന്താണ്? കരിഷ്മ ലീനയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു സാമൂഹിക ബന്ധമായിരിക്കും കാണിക്കുന്നത്. പിന്നെന്താണ്? ഗ്യാങ്ങുകൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. അവർ തമ്മിലുള്ള ഒരു സാമൂഹിക ബന്ധം, ഒരു ചങ്ങല പോലെ ആയിരിക്കും അതെന്തായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? ഇനി നോക്കിക്കേ. സ്റ്റാർ എന്ന് പറയുന്നത് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞേക്കോ. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? വൺ പോപ്പുലർ പേഴ്സൺ. ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ എന്നോ ഒരു പേഴ്സൺ ആയിരിക്കും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെന്താ? ട്വിൻസ് എന്ന് പറയുന്നത് 2 മ്യൂച്വലി കണക്റ്റഡ് പേഴ്സൺ. 2 പേര് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലിക്ക് എന്താണ്? ഒരു ക്ലോസ് ഗ്രൂപ്പാണ്. ഒരു ചെറിയ ക്ലോസ് ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലിക്ക് എന്ന് പറയുന്നത്. സി വെച്ച് കണക്ട് ചെയ്താലും മതി. ഗ്യാങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാർജർ ഗ്രൂപ്പാണ്. കുറേ പേര് ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാങ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഓർത്തിരുന്നാലും നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, കിട്ടിയോ? അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സീരീസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.